നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട മാധ്യമവാർത്തകൾ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി തള്ളി. ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും വിലക്കണമെന്നായിരുന്നു മധ്യസ്ഥൻ എന്നവകാശപ്പെട്ട KA പോളിന്റെ ഹർജി. പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നതെന്നും കോടതി വാദത്തിനിടയിൽ ചോദിച്ചു. രൂക്ഷ വിമർശനത്തോടെയാണ് സുപ്രീം കോടതി നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട ഹർജി തള്ളിയത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി സമാഹരിച്ച തുക ദുരുപയോഗം ചെയ്തുവെന്ന് KA പോൾ കോടതിയിൽ. പോൾ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ. ഇതോടെ ഹർജി പിൻവലിക്കുന്നുവോ അതോ ഹർജി തള്ളട്ടെയോ എന്ന് KA പോളിനോട് സുപ്രീം കോടതി ചോദിച്ചു. KA പോൾ പിന്മാറായതോടെ സുപ്രീം കോടതി ഹർജി തള്ളി. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുമെന്ന് പോളിനോട് കോടതി പറഞ്ഞു. കാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. 7 ദിവസത്തിനകം സർക്കാർ നിമിഷപ്രിയയെ മോചിപ്പിച്ചില്ലെങ്കിൽ താൻ വീണ്ടും ഇടപെടുമെന്ന് KA പോൾ പ്രതികരിച്ചു. Government will take care of Nimisha. I said it. Anything happens to Nimisha, government is responsible. കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനത്തിന് പണം പിരിക്കാനുള്ള ശ്രമവുമായി KA പോൾ രംഗത്തെത്തിയിരുന്നു. 24 ഡൽഹി.